കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നെയ്യാറ്റിൻകരയിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയുണ്ട് ചെങ്കൽ രാജശേഖരൻ. BJP അനുകൂലിക്കാൻ വന്നിരിക്കുന്ന ആളുകളൊന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് ഈ വക്കാലത്തുമായി ചർച്ചയിൽ വരുന്നതായിരുന്നു നല്ലത്. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാനുണ്ട് CPMൻ്റെ രാജ്മോഹൻ. ഇവരെയൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് ആരാണ് മുദ്രാവാക്യം വിളിച്ചത്? RSSകാരനാണ് എന്നാണല്ലോ അതിൻ്റെ നേതാവായി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച കൂട്ടപ്പന മഹേഷ് എന്ന് പറയുന്ന BJPയുടെ കൗൺസിലറാണ്. അത് അറസ്റ്റിലായി. ഒന്ന് അന്വേഷിക്കും. അയാൾ BJP ആണ് RSS അല്ലല്ല പറയട്ടെ BJP ആണ് RSS ആണ് എന്ന് പറയുമ്പോൾ അയാൾ അവിടെ ഇതൊന്നും അല്ലെന്നേ. അയാളതൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക. അവിടുത്തെ സിറ്റിംഗ് MLA ആൻസലിൻ്റെ നിന്ന് കാശും വാങ്ങിച്ച് BJP ഒറ്റുകൊടുത്തൊരുത്തനാണ് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. മനസ്സിലായില്ലേ? പാർട്ടിക്കകത്തുനിന്ന് പുറത്തോട്ട് പോകാതിരിക്കാൻ പാർട്ടിയിൽ വിശ്വസ്തത ആർജിക്കാൻ ചെയ്യുന്ന നടപടികളുടെ ഭാഗമായിട്ട് വിളിക്കുന്നതിനെയാണ് ചില ആളുകൾ ഇവിടെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത്. വസ്തുതകൾ ആദ്യം മനസ്സിലാക്കുക, അവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാക്കുക. ഇത് തൊട്ടിത്തരമാണ് നിഷാദെ, തൊട്ടിത്തരം. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ ചെറുമകനെ വഴിയിൽ അദ്ദേഹത്തിൻ്റെ ആശയം പറയുന്നു. നാളെ മൈക്ക് കെട്ടി വേറെ സ്ഥലത്ത് BJPക്കാരോ RSSകാരോ പ്രസംഗിച്ചേക്കണം, കോൺഗ്രസിനെതിരായി തുഷാർ ഗാന്ധിക്കെതിരായി പ്രസംഗിച്ചേക്കണം. അതല്ലേ അതിൻ്റെ മര്യാദ? അങ്ങനെയല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്? അതല്ലേ നമ്മുടെ കീഴ്വഴക്കം? CPMനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ യോഗം കെട്ടി ആ സർക്കാരിൻ്റെ പാർട്ടിയുടെ നയങ്ങളെ ഞങ്ങൾ വിമർശിക്കും. BJPയോടുണ്ടെങ്കിൽ അങ്ങനെ വിമർശിക്കും. അതുപോലെ നിങ്ങൾ കോൺഗ്രസിനെതിരെ ഉണ്ടെങ്കിലോ മറ്റേതെങ്കിലും സംഘടനയ്ക്കെതിരെ ഉണ്ടെങ്കിലും വിമർശിക്കും. അതതിൻ്റെ മര്യാദ. അതിനൊക്കെയാണ് രാഷ്ട്രീയ പിൻബലം. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ ഒരു RSSൻ്റെ ആവട്ടെ BJP ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ നേതാവ് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ, ഒരു പാർട്ടിയുടെ നടപടികളോട് ഒരു നേതാവിൻ്റെ പ്രസംഗത്തോട് വിയോജിച്ച് മറ്റൊരു പരിപാടി നടത്തിയാൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനൊരു പൊളിറ്റിക്കൽ ഡീസൻസി ഉണ്ടെന്ന് പറയാം. ഇതാണോ? ഇത് തൊട്ടിത്തരമാണ്. പിന്നെ ഇവരിൽ നിന്ന് ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തെ സൃഷ്ടിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി ഈ നാടിനെ ഒരു അധികാരത്തിൻ്റെയും പുറകെ പോയില്ല. ഈ നാട്ടിൽ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ച് നിർത്തി ഈ രാജ്യത്തെ ഒന്നായി കാണാൻ. നമ്മൾ മാത്രമല്ലല്ലോ, ദക്ഷിണാഫ്രിക്ക മാത്രമല്ലല്ലോ, ലോകം മുഴുവൻ ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. ഇന്നും പഠിച്ചിട്ടും തീരാത്തൊരു മഹാമേരുവായി നിൽക്കുന്നയാളാണ് മഹാത്മാഗാന്ധി. അങ്ങനെ ഒരാളുടെ ചെറുമകൻ അദ്ദേഹത്തിൻ്റെ ആശയധാരയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ കൊന്ന രാഷ്ട്രീയത്തിനെതിരെ, രാഷ്ട്രപിതാവിൻ്റെ ജീവൻ കവർന്നെടുത്ത രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുമ്പോൾ അവിടെ പോയി മുദ്രാവാക്യം വിളിക്കുക എന്ന് പറയുന്നത് ഏഭ്യത്തരമാണ്. മനസ്സിലായില്ലേ? പിന്നെ വിളിച്ചത് ആരാണെന്ന് എനിക്ക് കൂടുതൽ ബോധ്യമുള്ളത് കൊണ്ട് അവരിൽ നിന്ന് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. ഇതിന് RSSനെ ന്യായീകരിക്കാൻ വരുന്നവർക്ക് അവർക്ക് രാഷ്ട്രീയമായി ന്യായീകരിക്കേണ്ടി വരും, BJPയെ ന്യായീകരിക്കാൻ വരുന്നവർക്ക് ന്യായീകരിക്കേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് ഈ തൊട്ടിത്തരം കാണിച്ചാരെന്ന് അന്വേഷിക്കുക, അയാളുടെ ബാക്ക് ഹിസ്റ്ററി അന്വേഷിക്കുക, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുക, ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് അന്വേഷിക്കുക, അതിനെന്തൊക്കെ കപ്പം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അന്വേഷിക്കുക, എന്നിട്ട് എന്തിന് അദ്ദേഹം ഇപ്പോൾ പോയി അനവസരത്തിൽ ഇത്തരം കാര്യം ചെയ്തു എന്ന് അന്വേഷിക്കുക, എന്നിട്ട് വന്നിരുന്ന് നിങ്ങൾ ന്യായീകരിക്കുക. അത് നമുക്ക് മനസ്സിലാവും. ഞങ്ങളൊക്കെ പഠിച്ച രാഷ്ട്രീയം അതല്ല. ഞങ്ങളൊക്കെ പഠിച്ച രാഷ്ട്രീയം തുഷാർ ഗാന്ധിയോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് വേറെ സ്ഥലത്ത് പ്രകടിപ്പിക്കട്ടെ. അദ്ദേഹത്തെ വഴിയിൽ തടയുന്നു അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നാണ് സർക്കാർ വിരുദ്ധ നടപടികളാണ്.